Hi, my dears. Today we are moving into our next chapter, that is chemistry of nanomaterials. The word nanomaterial is not a new topic for you, right? This is a familiar topic. You have studied you have studied this in your, I think, in your sixth semester, right? But you have studied in briefly. Now we will discuss more about the nanomaterials. In the given figure, you can see some of the nanoparticles in our nature. So, first we will discuss the history. The first ever concept was presented in 1959 by the famous professor of physics Dr. Richard P. Feynman. Invention of the scanning tunneling microscope in 1981 and the discovery of fullerene in 1985 led to the emergence of nanotechnology. And the term nanotechnology had been coined by Norio Taniguchi in 1974. So, ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ നാനോ കെമിസ്ട്രി അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റായി കൊണ്ടുവന്നത് ആരാ? ഒരു ഫിസിക്സ് പ്രൊഫസറായ ഡോക്ടർ റിച്ചാർഡ് പി ഫെയ്ൻമാൻ ആണ്. ദെൻ നാനോ ടെക്നോളജീൻ്റെ എമർജൻസ് എങ്ങനെയാണ് വന്നത്? 1981 സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. ഫുള്ളറിൻ്റെ ഡിസ്കവറി നടന്നത് 1985 ഈ രണ്ടും കാരണമാണ് നാനോ ടെക്നോളജി വന്നത്. ആൻഡ് ഈ ടേം നാനോ ടെക്നോളജി എന്ന് കൊണ്ടുവന്നത് 1974 ബൈ നോറിയോ ടാനിഗുച്ചി. This is just a history portion. Now we are moving into our chapter. Nano. What is the meaning of this word nano? A prefix that means very very small. And the word nano is from the Greek word nanos, meaning dwarf. It is a prefix used to describe 1/billionth of something or 0.00 this amount. So in the nano എന്ന് പറഞ്ഞാൽ ഒരു പ്രിഫിക്സ് ആണ് അല്ലേ? നാനോൻ്റെ കൂടെ എപ്പോഴും എന്തെങ്കിലും വരും. സോ ഈ നാനോ എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്. അതിൻ്റെ അർത്ഥം വെരി 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 സ്മോൾ എന്നാണ്. അതായത് നാനോ എന്ന് പറയുമ്പോൾ അത്രയും ചെറുത് എന്നാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ചെറുത്. ഈ വേർഡ് നാനോ എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് വേർഡിന് നാനോസ് എന്ന് പറഞ്ഞൊരു വേർഡിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം ഡ്വാർഫ് എന്നാണ്. ഈ വേർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഈ കൊടുത്തിരിക്കുന്ന 1/billionth എന്ന് പറയുന്ന ഇത്രയും ചെറിയ എമൗണ്ടിനെ നമ്മൾ കാണിക്കാനാണ് ഇത് യൂസ് ചെയ്യുക. സോ മെയിൻലി നാനോ മെറ്റീരിയൽസ്, ഇന്നത്തെ കാലത്ത് നാനോ മെറ്റീരിയൽസ് നാനോ കെമിസ്ട്രിയുടെ ഒക്കെ ഭയങ്കര അതിന് ഇമ്പോർട്ടൻസ് കൂടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ബൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിനെ നമുക്ക് ചെറുതാക്കി ഒരു നാനോമീറ്ററിന് പെർട്ടിക്കുലർ സൈസ് ഉണ്ട്. ആ സൈസിലൂടെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബൾക്ക് നമ്മൾ ഈ ചെറുതാക്കുമ്പോൾ ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് എമേർജ് ആവുകയാണ്. ആ ബൾക്കിൽ നമ്മളൊരു ഒരു സബ്സ്റ്റൻസ് എടുത്തു, അതിനെ നമ്മൾ സൈസ് കുറച്ച് നാനോ റേഞ്ചിലേക്ക് ആക്കി. സംഭവം നമ്മൾ ആ ബൾക്ക് നിന്നാണ് നമ്മളതിനെ നാനോ റേഞ്ചിലേക്ക് ആക്കിയത്. പക്ഷേ ഈ ബൾക്കിൽ കാണാത്ത ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മളെ നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇതാണ് നാനോ കെമിസ്ട്രി നാനോ ടെക്നോളജീൻ്റെയൊക്കെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സോ നാനോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രിഫിക്സ്. ഇറ്റ് ഈസ് എ പ്രിഫിക്സ് ദാറ്റ് മീൻസ് വെരി വെരി സ്മോൾ. ദാറ്റ് നാനോ മെറ്റീരിയൽസ് ആൻഡ് നാനോ ടെക്നോളജി. Nanotechnology is defined as the manipulation and utilization of structures with at least one dimension of nanometer size for the construction of materials, devices or systems with novel or significantly improved properties due to their nano size. Unique optical, magnetic, electrical and other properties emerge. അതായത് എന്താണ് നാനോ ടെക്നോളജി? അതായത് നമ്മുടെ സ്ട്രക്ചറിനെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ഡയമെൻഷനെ നമ്മൾ എങ്കിലും നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മളതിനെ മെറ്റീരിയൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഡിവൈസ് ആക്കുന്നു. അങ്ങനെ ഒരുപാട് അതിൻ്റെ ഒരു ബൾക്കിൽ നിന്ന് നാനോ സൈസിലേക്ക് ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിന് നല്ല വേരിയേഷൻ വരുന്നു. ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ സ്ട്രക്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ആക്കുന്ന ഈ ഒരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഏതൊക്കെ പ്രോപ്പർട്ടീസിലാണ് ഇംപ്രൂവ്മെൻറ്റ് വരുന്നത്? യൂണിക് ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ പ്രോപ്പർട്ടീസ് എമേർജ്. ദെൻ
ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. നമുക്ക് നാനോ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. നാനോ സ്കെയിൽ മെറ്റീരിയൽസ് ആർ ഡിവൈഡ് ഇൻ ടു 4 കാറ്റഗറി. സോ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻസ് ആൻഡ് 3 ഡയമെൻഷൻ. 0, 1, 2, 3 ഡയമെൻഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 0 dimension means length, breadth and heights are confined at single point. For example, nanodots, nanoparticles. 1 dimension, it has only one parameter, length or breadth. For example, nanowires and nanotubes. 2 dimension, it has only 2 parameter, either length or breadth or height. Very thin surface coatings. 3 dimensions, it has all parameters of length, breadth, height. For example, crystals. So 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ഡയമെൻഷനുള്ള നാനോ പാർട്ടിക്കിൾസിന് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും ഉണ്ട്. ഇത് മൂന്നും ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ 0 ഡയമെൻഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് നാനോ ഡോട്ട്സ് ആൻഡ് നാനോ പാർട്ടിക്കിൾസ്. ദെൻ 1 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ എന്ന് പറയുമ്പം അതിന് ഒരു പാരാമീറ്ററേ ഉണ്ടാവുള്ളൂ. 1 ഡയമെൻഷനുള്ള സ്ട്രക്ചറിന് ഒരു പാരാമീറ്ററേ ഉണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ അത് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് നാനോ വയേഴ്സ്, നാനോ ട്യൂബ്സ്. ദെൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിന് 2 പാരാമീറ്റർ ഉണ്ടാവുള്ളൂ. ഒന്നല്ലെങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഹൈറ്റ്. ഈ മൂന്നിൽ ഏതെങ്കിലും 2 ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ തിൻ സർഫസ് കോട്ടിങ്സ്. ദെൻ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്ന ഈ 3 പാരാമീറ്റർ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ക്രിസ്റ്റൽ. സോ 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺഫൈൻ ചെയ്യും. നാനോ ഡോട്ട്സ്, നാനോ പാർട്ടിക്കിൾസ് ആണ് എക്സാമ്പിൾ. 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടാവുള്ളൂ, ലെങ്ത് ഓർ ബ്രെഡ്ത്ത്. എക്സാമ്പിൾ നാനോ വയേഴ്സ് ആൻഡ് നാനോ ട്യൂബ്സ്. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 പാരാമീറ്റർ ഉണ്ടാവുള്ളൂ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഈ മൂന്നിടത്തിൽ ഏതെങ്കിലും 2 പാരാമീറ്റർ ഉണ്ടാവുള്ളൂ. വെരി തിൻ സർഫസ് കോട്ടിങ്സ്. ദെൻ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നീ പാരാമീറ്റേഴ്സൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ക്രിസ്റ്റൽസ്. സോ നെക്സ്റ്റ്, സൈസ് ഡിപ്പെൻഡൻസ് ഓഫ് പ്രോപ്പർട്ടീസ്. സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. ഇൻ മെറ്റീരിയൽസ് where strong chemical bonding is present, delocalization of valence electrons can be extensive, and the extent of delocalization can vary with the size of the system. Structure also changes with size. The above two changes can lead to different physical and chemical properties depending on size. Optical properties, band gap, melting point, specific heat, surface reactivity. Even when such nanoparticles are consolidated into macroscale solids, new properties of bulk materials are possible. സൈസ് എങ്ങനെയാണ് സൈസിൻ്റെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. ഇനി ചില മെറ്റീരിയൽസിന് എന്തായിരിക്കും, കെമിക്കൽ ബോണ്ടിങ് നല്ല സ്ട്രോങ് ആയിരിക്കും. വാലൻസ് ഇലക്ട്രോണിൻ്റെ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിരിക്കും. അപ്പോൾ ഈ ഡീലോക്കലൈസേഷൻ്റെ എക്സ്റ്റെൻറ്റിനനുസരിച്ച് സൈസിൽ വ്യത്യാസം വരും. ദെൻ സ്ട്രക്ചറിനനുസരിച്ചും സൈസിൽ വ്യത്യാസം വരും. സൈസിൽ വ്യത്യാസം വരുന്ന 2 ഫാക്ടറാണ് നമ്മളോട് പറഞ്ഞത്. സ്ട്രോങ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഡീലോക്കലൈസേഷൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എക്സ്റ്റെൻസീവായി നടക്കും. ഈ ഡീലോക്കലൈസേഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രക്ചറും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഈ 2 ചേഞ്ചും ഒരുപാട് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുത്തും. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ബാൻഡ് ഗ്യാപ്പ്, മെൽറ്റിംഗ് പോയിൻറ്റ്, സ്പെസിഫിക് ഹീറ്റ്, സർഫസ് റിയാക്ടിവിറ്റി. ദെൻ ഇനി കൺസിഡർ ചെയ്യും, ഒരു നാനോ പാർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മാക്രോസ്കെയിൽ സോളിഡ്സ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും. അതിന് എക്സാമ്പിളാണ് എൻഹാൻസ്ഡ് പ്ലാസ്റ്റിസിറ്റി. സോ നമ്മുടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സൈസിനനുസരിച്ച് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുന്നത്. സോ ഓരോന്നായി നോക്കാം. ലെറ്റ് us discuss. The figure below represents the variation of band gap in bulk and different quantum dot structures. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇങ്ങനൊരു സിമിലർ പിക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബാൻഡ് എനർജി, ബാൻഡ് ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതിനെ കുറിച്ചായിരിക്കും? എന്താ പറയുക, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇവരൊക്കെ വെച്ച് ബാൻഡ് ഗ്യാപ്പിനെ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇവരുടെ കണ്ടക്ടിവിറ്റി അല്ലേ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ബൾക്ക് സ്ട്രക്ചറിനെയും ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോൾ നാനോ ആണ് അല്ലേ. അപ്പോൾ ബൾക്ക് സ്ട്രക്ചറും ക്വാണ്ടം ഡോട്ട്സിനും
ഈ സൈസിന് വേരിയേഷൻ വരുമ്പോൾ ബാൻഡ് ഗ്യാപ്പിന് എന്ത് പറ്റുന്നു? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നമ്മൾ ഗ്യാപ്പിനാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുക. അപ്പോൾ ബൾക്കിന്ന് ക്വാണ്ടം ഡോട്ട്സ് ആവുമ്പോൾ ബാൻഡ് ഗ്യാപ്പിന് എന്ത് പറ്റും നോക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈസ് കുറയുന്നതിനനുസരിച്ച്, അപ്പോൾ ആദ്യം നമ്മൾ ബൾക്ക് നോക്കി, ബൾക്കിൽ നിന്ന് ക്വാണ്ടം ഡോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പ് എന്താ ചെയ്യുന്നത്? കൂടാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി. Then, the reduction of materials dimension has pronounced effect on the optical properties. One is due to increased energy level spacing, which is known as quantum size effect, and the other is surface plasmon resonance. Then, മെറ്റീരിയലിൻ്റെ സൈസിന് കുറവ് വരുമ്പോൾ, റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിലും ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ക്വാണ്ടം സൈസ് ഇഫക്റ്റും സർഫസ് പ്ലാസ്മോൺ റെസനൻസും. സോ ക്വാണ്ടം സൈസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ സൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി ലെവൽ തമ്മിലുള്ള സ്പേസിങ് കൂടും. അതിനാണ് നമ്മൾ ക്വാണ്ടം സൈസ് ഇഫക്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കളർ ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഇറ്റ്. The absorption occur because electrons are induced by the incident light to make transition between the lower lying occupied levels and the higher unoccupied energy levels. In semiconductors, the band gap will be increased as the cluster size is decreased. A blue shift in the absorption spectrum of the semiconductor. Individual energy level separation are also dependent on the clusters, which affect the energy needed for the transitions of electron to excited state. So, optical properties le പ്രത്യേകത എന്താ നോക്കാം. നാനോ പാർട്ടിക്കിൾസിന് വരുമ്പോൾ അവൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം. സോ എന്താണ് പറയുന്നത്? കളർ ഫോം ചെയ്യും അല്ലേ, മെറ്റീരിയൽ ഓരോ കളർ ഫോം ചെയ്യും. ഈ കളർ ഡെവലപ്പ് ചെയ്യാൻ കാരണം എന്താ? അവർ ഏത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മെറ്റീരിയലിന് വരുന്ന കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അവർ അബ്സോർബ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. സോ ലൈറ്റ് എന്ത് സംഭവിക്കും? എനർജി കിട്ടുമ്പോൾ ആ എനർജീനെ അബ്സോർബ് ചെയ്യും. ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസിഷൻ സംഭവിക്കും. ലോവർ ലൈങ് ഒക്കുപ്പൈഡ് ലെവൽസും ഹയർ അൺഒക്കുപ്പൈഡ് എനർജി ലെവൽസും തമ്മിൽ ട്രാൻസിഷൻ സംഭവിക്കും. അപ്പോൾ അവർ ഏത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്താണ് അബ്സോർബ് ചെയ്തത് അതനുസരിച്ച് കളറിൽ വേരിയേഷൻ വരും. സെക്കൻഡ് വൺ എന്താ വെച്ചാൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ പോകുമ്പോൾ ബാൻഡ് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ബ്ലൂ ഷിഫ്റ്റാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് is similar that is മെറ്റൽ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ആൻഡ് NP സെമി കണ്ടക്ടർ. ബാൻഡ് ഗ്യാപ്പിനുള്ള വ്യത്യാസമാണ്. മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി നടക്കുന്നത് ഫ്രീ ആയിട്ട്. ആ ഒരു വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ്. ഇതൊക്കെ വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് ദിസ് പ്രോപ്പർട്ടീസ് റൈറ്റ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ്. സോ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൈസ് കുറയുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെൽറ്റിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗോൾഡിൻ്റെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടിക്കിളിൻ്റെ സൈസ് 5 നാനോമീറ്റർ ഒന്ന് കുറഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻറ്റ് നന്നായി കുറയാണ്. ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ഗോൾഡ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ഡ്രമാറ്റിക്കലി മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ഗോൾഡ് പാർട്ടിക്കിൾസ് കുറയാണ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സൈസ് 5 നാനോമീറ്ററേക്കാളും കുറയുമ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് നല്ലോണം കുറയുന്നുണ്ട്. This can be observed from the graph itself. Next one is mechanical properties. The mechanical properties of nanomaterials increase with decrease in size. Because smaller the size, lesser is the probability of finding imperfections such as dislocations, vacancies, grain boundaries. Strength of the material improves significantly as the particle size decreases due to perfect defect-free surface. Hardness and yield strength of material also increases as particle size is decreased. Elastic modulus and toughness of material also increases as particle size is decreased. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ സൈസ് കുറയുന്നതിനനുസരിച്ച് നാനോ മെറ്റീരിയൽസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി കൂടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സൈസ് കുറയുമ്പോൾ എന്താണ് അതിലുള്ള ഇംപെർഫെക്ഷൻസ്, കാരണം നാനോ മെറ്റീരിയൽസിലുള്ള ഇംപെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്റ്റലിൽ, ഡിസ്ലൊക്കേഷൻ, വേക്കൻസീസ്. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ഇംപെർഫെക്ഷൻസും കുറയും, പ്രോബബിലിറ്റി നല്ലോണം കുറയും. സോ സൈസ് കുറയുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കൂടാണ് ചെയ്യുന്നത്. സൈസ് കുറയുന്നതിനനുസരിച്ച് സ്ട്രെങ്ത്തും നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാർഡ്നെസ് ആൻഡ് yield strength
അതും സൈസ് കുറയുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട്. ഇലാസ്റ്റിക് മോഡുലസ് ആൻഡ് ടഫ്നെസ് ഓൾസോ ഇൻക്രീസസ്. സോ നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്ററാണ് തുടങ്ങിയത്. ദാറ്റ് ഈസ് കെമിസ്ട്രി ഓഫ് നാനോ മെറ്റീരിയൽസ് ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് nanomaterials and we have discussed what is nano. It is a prefix that means very very small. Nanomaterials, nanotechnology പഠിച്ചു. Classification of nanomaterials is important. There are 4 categories: 0 dimension, 1 dimension, 2 and 3 dimension. Then size dependence. സൈസിനനുസരിച്ച് പ്രോപ്പർട്ടീസിൽ ഏതൊക്കെയാണ് വ്യത്യാസം വരുന്നത് നമ്മൾ നോക്കി. ബാൻഡ് ഗ്യാപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ മെയിനായി വ്യത്യാസം വരുന്നത് ക്വാണ്ടം സൈസ് ഇഫക്റ്റും സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് ആണ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഏത് ലൈറ്റിനെയാണോ ആ പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്ത് ആ വേവ് ലെങ്ത്തിനായിരിക്കും കളർ ഡിപ്പെൻഡ് ചെയ്യുക. സെമി കണ്ടക്ടറിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പും കൂടും. സോ ബ്ലൂ ഷിഫ്റ്റാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എസ് സെയിം സൈസ് കുറയുന്നതിനനുസരിച്ച് ബാൻഡ് ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഗോൾഡിനെ നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. പാർട്ടിക്കിളിൻ്റെ സൈസ് 5 നാനോമീറ്ററിന് കുറഞ്ഞപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡ്രമാറ്റിക്കലി ഗെറ്റ് ഡിക്രീസ്ഡ്. ദെൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആസ് എ സൈസ് decrease, mechanical properties increase because of lesser imperfections. Hope you'll understand the topic well. Thank you.